ജോലി സ്ഥലത്തെ വെല്ലുവിളിയും ഭീഷണിയും പോലെ പോലീസുകാർ നേരിടുന്ന തൊഴിൽ ചൂഷണവും മേലുദ്യോഗസ്ഥരുടെ പീഡനവും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇതേ തുടർന്നാണ് പോലീസുകാർക്കിടയിൽ ആത്മഹത്യയും ചിലർ ജോലി തന്നെ രാജിവെച്ച് പോകുകയും ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നാടുവിട്ടത് ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ്. വീട്ടുകാർ പരാതി നൽകിയതിന് പിന്നാലെ ഗ്രേഡ് SI ആയ രാജേഷ് തിരികെ എത്തി. എന്നാൽ തിരോധാനത്തിന്റെ കാരണമെന്താണെന്ന് വ്യക്തമായിട്ടില്ല. അയർക്കുന്നം സ്വദേശിയായ ഗ്രേഡ് SI രാജേഷിനെയാണ് ഈ മാസം 14 മുതൽ കാണാതായത്. 14-ന് നൈറ്റ് ഡ്യൂട്ടി ചെയ്ത ശേഷം രാജേഷ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല. ഇതിനെ തുടർന്നാണ് അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകിയത്. ഇന്നലെയാണ് ഈ പരാതി നൽകിയത്. അതായത് പോലീസിൽ അതായത് തന്റെ മാതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അവധി വേണം, ദീർഘാവധി വേണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടതായാണ് വിവരം. എന്നാൽ അധികൃതർ ഇത് നൽകിയില്ല. മാത്രവുമല്ല മറ്റ് ചില മെമ്മോകൾ, പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ചില അസ്വാരസ്യങ്ങളും ഈ ഇദ്ദേഹത്തിന്റെ തിരോധാനത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്ന പരാതി. എന്തായാലും ഇന്ന് രാവിലെ നേരെ വീട്ടിലൊന്നും പോകാതെ നേരെ ഇവിടേക്ക് തന്നെ, വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്, അവിടേക്ക് തന്നെ നേരിട്ട് എത്തുകയായിരുന്നു. ഇദ്ദേഹം ഹാജരായത് പ്രകാരം ഈ പരാതി ഉള്ളത് കൊണ്ട് തന്നെ അയർക്കുന്നം പോലീസ് ഇദ്ദേഹത്തെ വിളിക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം മാറി നിന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും പോലീസിൽ ഇക്കാര്യത്തെക്കുറിച്ചൊരു ആഭ്യന്തര അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം പോലീസ് സേനയിലെ സമ്മർദ്ദം മൂലം ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നതും ഇടയ്ക്ക് മാറി നിൽക്കുന്നതും ഒക്കെ വലിയ വാർത്തകളാകുന്നു. അവധി അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഉദ്യോഗസ്ഥർക്ക് നൽകണമെന്ന നിർദ്ദേശമടക്കം DGPയുടെ സർക്കുലർ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പിന്നാലെയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതാണ് ശ്രദ്ധേയം. എന്തായാലും ഇക്കാര്യത്തിൽ തുടർ നടപടി എന്തുണ്ടാകും എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്.